Crystal Institute, creating a realm of young scholars and talented aspirants to lead. So next question. Obtain an expression for number of radioactive nuclei present at any instant in terms of decay constant and initial number of nuclei. Okay. This question we analyze actually it is a derivation, a mathematical derivation. A radioactive nuclei, a radioactive sample in the protein second radiation emitting. That sample radioactive nucleus in the rate of disintegration equation law that is called the law of radioactivity. And the law of radioactivity the rate of disintegration from a radioactive sample is directly proportional to the number of nuclei present in the sample. One radioactive sample etra nucleus undu ennadine depend cheyidana adil ninnum radiation varunathu. Okay, this is law of radioactivity in nammal parayunnathu. Aa law il ninnum nammal endu cheyanam ആദ്യം ഉണ്ടായിരുന്ന ന്യൂക്ലിയസിന്റെ എണ്ണം അതായത് n0 യും t സമയം കഴിയുമ്പോൾ ആ റേഡിയോ ആക്റ്റീവ് സാമ്പിളിലുള്ള ന്യൂക്ലിയസിന്റെ എണ്ണം അതായത് n ഉം തമ്മിലുള്ള ഒരു റിലേഷൻ ഡിറൈവ് ചെയ്തെടുക്കണം. ഓക്കെ, നമുക്കറിയാം ആ റിലേഷൻ n is equal to n0 into e raised to minus lambda t എന്നുള്ളതാണ് അല്ലേ. അത് നമ്മൾ ഡിറൈവ് ചെയ്യണം. ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തെടുക്കണം. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി. ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി എന്താണ് ഈ ലോയിൽ പറയുന്നത്? ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ റേറ്റ് ഓഫ് ഡിസിന്റഗ്രേഷൻ disintegration അല്ലെങ്കിൽ decay from a radioactive sample is directly proportional to the number of radioactive nuclei present in the sample. So idana law. Okay, the rate of disintegration or the rate of decay from a radioactive sample is directly proportional to the number of radioactive nuclei present in the sample. Mathematically നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? dn by dt proportional to n. ഇതാണ് റിലേഷൻ അല്ലേ. n എന്ന് പറഞ്ഞാൽ ആ സാമ്പിളിലുള്ള റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസുകളുടെ എണ്ണം. dn by dt കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് നമ്പർ ഓഫ് ന്യൂക്ലിയസ് ആണ്. ശരിയല്ലേ? അപ്പോൾ dn by dt എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ വരാം. ടൈം കൂടുമ്പോൾ n കൂടാം, ടൈം കൂടുമ്പോൾ n കുറയാം. ഇത് ഡീകേ ആണ്, ഡിസിന്റഗ്രേഷൻ ആണ്. ഓരോ സെക്കൻഡ് കഴിയുന്തോറും ആ റേഡിയോ ആക്റ്റീവ് സാമ്പിളിലുള്ള ന്യൂക്ലിയസിന്റെ എണ്ണം കുറഞ്ഞാണ് പോകുന്നത്. അപ്പോ ടൈമിനനുസരിച്ച് ആ സാമ്പിളിലുള്ള റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസുകളുടെ എണ്ണം കുറയുന്നു എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഒരു മൈനസ് സൈൻ കൂടി ഇവിടെ കൊടുക്കണം. സോ ഇതാണ് മാത്തമാറ്റിക്കൽ റിലേഷൻ മൈനസ് dn by dt പ്രൊപ്പോർഷണൽ ടു n. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ എന്ത് ചെയ്യാം? ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ ദിസ് ബിക്കംസ് മൈനസ് dn by dt is equal to lambda into n. Lambda പറയുന്ന പേര് decay constant എന്നാണ്. So lambda is called decay constant. Okay, yes. ഇനി നമുക്ക് ഇതിനെ ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യാം. dn ഞാൻ ലെഫ്റ്റ് സൈഡിൽ തന്നെ റീറ്റെയിൻ ചെയ്യുന്നു. ഈ റൈറ്റ് സൈഡിൽ ന്യൂമറേറ്ററിലുള്ള n നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അത് ഡിവൈഡഡ് ബൈ n ആവും.
ഓക്കെ, മൈനസ് സൈനെ റൈറ്റ് സൈഡിൽ പ്ലേസ് ചെയ്യുന്നു. സോ മൈനസ് ലാംഡ ഇൻറ്റു ഈ ഡി ടി റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അത് ന്യൂമറേറ്ററിൽ വരും. ശരിയല്ലേ? ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇന്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഇന്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ലെഫ്റ്റ് സൈഡിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇന്റഗ്രൽ 1/n dn എന്ന് വരും. റൈറ്റ് സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ലാംഡ കോൺസ്റ്റന്റ് ആണ്. സോ മൈനസ് ലാംഡയെ ഔട്ട് സൈഡ് എടുക്കാം. പിന്നെ വരുന്നത് ഇന്റഗ്രൽ ഡി ടി ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ലിമിറ്റ് കാണിക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം. ടൈമിന്റെ വാല്യൂ, ടൈമിന്റെ ലിമിറ്റ് 0 മുതൽ ടി വരെയാണെന്ന് അസ്യൂം ചെയ്യാം. അതായത് സ്റ്റാർട്ടിംഗ് ടൈം 0 ആണ്, ഫൈനൽ ടൈം ടി ആണ്. ഓക്കെ, ആ സ്റ്റാർട്ടിംഗ് ടൈമിൽ ആ സാമ്പിളിൽ ഉണ്ടായിരുന്ന റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസിന്റെ എണ്ണം n0 ആണെന്ന് എടുക്കാം. ടി സമയം കഴിഞ്ഞപ്പോൾ ആ സാമ്പിളിലുള്ള റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസിന്റെ എണ്ണം n ആണെന്ന് എടുക്കാം. അതായത് ടൈമിന്റെ ലിമിറ്റ് 0 to t ആണെങ്കിൽ നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസിന്റെ ലിമിറ്റ് n0 to n ആണ്. അപ്പൊ ഞാൻ ആ ലിമിറ്റ് ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിൽ n0 to n, റൈറ്റ് സൈഡിൽ 0 to t. ഐഡിയ മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. നിങ്ങൾക്കറിയാം ഇന്റഗ്രൽ 1/n dn എന്ന് പറഞ്ഞാൽ അത് ലോഗരിതം ഓഫ് n ആണ്. സോ ലെഫ്റ്റ് സൈഡിൽ log n എന്ന് വരും. ലിമിറ്റ് ഉണ്ട് n0 to n. ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താ വരിക? മൈനസ് ലാംഡ ഇൻറ്റു ഇന്റഗ്രൽ ഡി ടി എന്താണ്? അത് ടി ആണ്. സോ മൈനസ് ലാംഡ ഇൻറ്റു ടി. ടിയുടെ ലിമിറ്റ് 0 to t തന്നെയാണ്. ഓക്കെ, ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പോ ലോഗരിതം ഓഫ് എന്നിന്റെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് കൊടുത്തു n മൈനസ് ലോഗരിതം ഓഫ് എന്നിന്റെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു n0. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ ഇൻറ്റു എങ്ങനെ വരും? ഫസ്റ്റ് ടിയുടെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് കൊടുത്തു ടി, മൈനസ് ടിയുടെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ് കൊടുത്തു 0. ഓക്കെ, സോ ഇത് log a മൈനസ് log b എന്ന ഫോർമാറ്റിലാണ്. എന്താണ് log a മൈനസ് log b? അത് log a by b ആണ്. സോ ദിസ് ബിക്കംസ് ലോഗരിതം ഓഫ് n by n0. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ ഇൻറ്റു ടി മൈനസ് 0 എന്താണ്? അത് ടി ആണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ രണ്ട് സൈഡിലും എക്സ്പോണൻഷ്യൽ എടുക്കും. സോ ടേക്കിംഗ് എക്സ്പോണൻഷ്യൽസ്, ടേക്കിംഗ് എക്സ്പോണൻഷ്യൽസ് on both sides, on both sides. രണ്ട് സൈഡിലും എക്സ്പോണൻഷ്യൽ എടുക്കും. അപ്പോൾ ഈ ലോഗരിതമിക് ഫംഗ്ഷന്റെ എക്സ്പോണൻഷ്യൽ എടുത്താൽ ലോഗരിതം പോകും. പിന്നെ ലെഫ്റ്റ് സൈഡിൽ എന്താ വരിക? n by n0 ആണ് വരിക. സോ ലെഫ്റ്റ് സൈഡ് ബിക്കംസ് n by n0. ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ മൈനസ് ലാംഡ ടിയുടെ എക്സ്പോണൻഷ്യൽ ആയിട്ട് വേണം അതിനെ റെപ്രസെന്റ് ചെയ്യാൻ. സോ ഇറ്റ് വിൽ ബി e raised to minus lambda t. ലെഫ്റ്റ് സൈഡിൽ ഡിനോമിനേറ്ററിലുള്ള n0 റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. സോ വി ഗെറ്റ് n ഈസ് ഈക്വൽ ടു n0 into e raised to minus lambda t. So this is the expression. n is equal to n0 e raised to minus lambda t. Obtain an expression for the number of radioactive nuclei present at any instant in terms of decay constant, adana lambda, and initial number of nuclei. Initial number of nuclei ആണ് n0. So this is the required equation. n is equal to n0 e raised to minus lambda t. Okay. Dear students, ഞാൻ ജസ്ലിൻ റോയി, ഹെഡ് ഓഫ് അക്കാഡമിക്സ് ക്രിസ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. 2012 മുതൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ക്രിസ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ വർഷം മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്രിസ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുക്കുന്ന ഓൺലൈൻ ഓഫ്ലൈൻ ക്രാഷ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. Next question. A current carrying conductor placed in a magnetic field experiences a force. Write the relation for force per unit length between two parallel conductors carrying current. Use the above relation to define the unit of current given that mu0 is equal to 4 pi into 10 raised to minus 7 Henry per meter. Okay. നമ്മൾ പഠിച്ചിട്ടുണ്ട് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണിത്, അല്ലേ? രണ്ട് കണ്ടക്ടേഴ്സ് പാരലൽ ആയിട്ട് പ്ലേസ് ചെയ്തു. ഈ രണ്ട് കണ്ടക്ടറിൽ കൂടെയും കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും?
ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ ആ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് കണ്ടക്ടേഴ്സ് പ്ലേസ് ചെയ്യുന്നു. രണ്ട് കണ്ടക്ടേഴ്സ് ഓക്കെ, രണ്ട് കണ്ടക്ടേഴ്സ് പ്ലേസ് ചെയ്തു. ഈ രണ്ട് കണ്ടക്ടറിൽ കൂടെയും നമ്മൾ കറണ്ട് പാസ് ചെയ്യുകയാണ്. ഓക്കെ, സോ ഫസ്റ്റ് കണ്ടക്ടറിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I1, സെക്കൻഡ് കണ്ടക്ടറിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I2. ഓക്കെ, ഈ രണ്ട് കണ്ടക്ടറിന് ഇടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് D. ഓക്കെ, ഫസ്റ്റ് കണ്ടക്ടറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിനു ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ആവും. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് സെക്കൻഡ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇരിക്കുന്നത്. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇരുന്നാൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, നമുക്ക് തിരിച്ചും പറയാം. അതായത് സെക്കൻഡ് കണ്ടക്ടറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ സെക്കൻഡ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഫസ്റ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, അപ്പോ ഫസ്റ്റ് കണ്ടക്ടറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടായ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് സെക്കൻഡ് കണ്ടക്ടർ വന്നപ്പോൾ സെക്കൻഡ് കണ്ടക്ടർ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തു. സെക്കൻഡ് കണ്ടക്ടറിൽ കൂടെ കറണ്ട് പാസ് ചെയ്തപ്പോൾ ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഫസ്റ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇരുന്നപ്പോൾ ഫസ്റ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തു. ഈ രണ്ട് ഫോഴ്സിൽ ഒരു ഫോഴ്സ് ആക്ഷൻ ആണെങ്കിൽ രണ്ടാമത്തെ ഫോഴ്സ് റിയാക്ഷൻ ആണ്. ആക്ഷന്റെയും റിയാക്ഷന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, ഡയറക്ഷൻ പരസ്പരം ഓപ്പോസിറ്റും ആണ്. ഓക്കെ, അപ്പൊ എന്ത് വരും? സെക്കൻഡ് കണ്ടക്ടറിന്മേൽ ഒരു ഫോഴ്സ് ഉണ്ട്, ഫസ്റ്റ് കണ്ടക്ടറിന്മേൽ ഒരു ഫോഴ്സ് ഉണ്ട്. ഈ രണ്ട് ഫോഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഈ രണ്ട് കണ്ടക്ടറിന്റെയും യൂണിറ്റ് ലെങ്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇതിനൊരു ഡെറിവേഷൻ ഉണ്ട്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് എന്ന് മാത്രമാണ്. അപ്പൊ ആ എക്സ്പ്രഷൻ എഴുതിയാൽ മാത്രം മതി, ഡിറൈവ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. എന്താണ് ആ എക്സ്പ്രഷൻ? കണ്ടക്ടറിന്റെ യൂണിറ്റ് ലെങ്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ എക്സ്പ്രഷൻ μ0 I1 I2 ഡിവൈഡഡ് ബൈ 2πd ആണ്. ഓക്കെ, വീണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്, രണ്ട് കണ്ടക്ടറിൽ കൂടെയും പാസ് ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ സെയിം ആണെങ്കിൽ ഈ രണ്ട് കണ്ടക്ടറും തമ്മിൽ പരസ്പരം എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. അതായത് ഫസ്റ്റ് കണ്ടക്ടർ സെക്കൻഡ് കണ്ടക്ടറിനെ അട്രാക്ട് ചെയ്യും, സെക്കൻഡ് കണ്ടക്ടർ ഫസ്റ്റ് കണ്ടക്ടറിനെയും അട്രാക്ട് ചെയ്യും. ഈ രണ്ട് അട്രാക്റ്റീവ് ഫോഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. രണ്ട് കണ്ടക്ടറിന്റെയും യൂണിറ്റ് ലെങ്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ μ0 I1 I2 ഡിവൈഡഡ് ബൈ 2πd ആണ്. ഓക്കെ, യെസ്. ക്വസ്റ്റ്യൻ ഒരു പാർട്ട് കൂടെ ഉണ്ട്. യൂസ് ദ അബവ് റിലേഷൻ. ഈ റിലേഷൻ ഉപയോഗിച്ച് ഡിഫൈൻ യൂണിറ്റ് ഓഫ് കറന്റ്. കറന്റിന്റെ യൂണിറ്റിനെ ഡിഫൈൻ ചെയ്യണം. നമുക്കറിയാം കറന്റിന്റെ യൂണിറ്റ് 1 ആംപിയർ ആണ്. ഓക്കെ, രണ്ട് കണ്ടക്ടറിൽ കൂടെയും പാസ് ചെയ്യുന്ന കറന്റ് സെയിം ഡയറക്ഷനിലാണെങ്കിൽ അല്ലെങ്കിൽ പാരലൽ ആണെങ്കിൽ ഈ രണ്ട് കണ്ടക്ടറും പരസ്പരം അട്രാക്ട് ചെയ്യും. രണ്ട് കണ്ടക്ടറിൽ കൂടെയും പാസ് ചെയ്യുന്ന കറന്റ് ആന്റി പാരലൽ ആണെങ്കിൽ ഈ രണ്ട് കണ്ടക്ടറും പരസ്പരം റിപ്പൽ ചെയ്യും. നിങ്ങൾ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത് പാരലൽ കറന്റ്സ് അട്രാക്ട്, ആന്റി പാരലൽ കറന്റ്സ് റിപ്പൽ. ശരിയല്ലേ? ആണ്. ഈ റിലേഷൻ ഉപയോഗിച്ച് 1 ആംപിയർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അസ്യൂം ചെയ്യാണ് രണ്ട് കണ്ടക്ടറിൽ കൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് സെയിം ആണ്. സോ I1 ഈസ് ഈക്വൽ ടു I2. ആ രണ്ട് കറണ്ടും 1 ആംപിയർ വീതമാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. മാത്രമല്ല ഈ രണ്ട് കണ്ടക്ടറിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് D 1 മീറ്ററുമാണ്. അപ്പൊ ഈ രണ്ട് കണ്ടക്ടറും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എത്രയാണ്? അത് μ0 I1 into I2. I1 I2 എത്ര വീതം? 1 വീതം. അപ്പൊ ന്യൂമറേറ്ററിൽ ഇനി 1 ആണുള്ളത്. അപ്പൊ അത് എഴുതേണ്ട ആവശ്യമില്ല. ഡിവൈഡഡ് ബൈ 2π into D. D എത്രയാണ്? 1 മീറ്റർ ആണ്. അപ്പൊ ഇവിടെ 1 വരും. ഓക്കെ, സോ വാട്ട് ഈസ് μ0? μ0 എന്ന് പറയുന്നത് 4π into 10⁻⁻⁷ ആണ്. ഡിവൈഡഡ് ബൈ 2π. പയ്യും പയ്യും ക്യാൻസൽ ചെയ്യാം, 4ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് വരും? 2 വരും. സോ ദ ആൻസർ വിൽ ബി 2 into 10⁻⁷. ഫോഴ്സ് ആണ്, അതുകൊണ്ട് അതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഇതിൽ നിന്നും 1 ആംപിയർ എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യണം. ഞാൻ എന്താ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം? രണ്ട് കണ്ടക്ടർ, എങ്ങനെയുള്ള കണ്ടക്ടർ? പാരലൽ ആയിട്ടുള്ള രണ്ട് കണ്ടക്ടർ 1 മീറ്റർ സെപ്പറേഷനിൽ പ്ലേസ് ചെയ്തു.
എന്നിട്ട് ആ രണ്ട് കണ്ടക്ടറിൽ കൂടെയും സെയിം ഡയറക്ഷനിൽ സെയിം എമൗണ്ട് ഓഫ് കറണ്ട് പാസ് ചെയ്ത സമയത്ത് ആ രണ്ട് കണ്ടക്ടറും യൂണിറ്റ് ലെങ്തിൽ ആക്ട് ചെയ്യുന്ന, ആ രണ്ട് കണ്ടക്ടറും യൂണിറ്റ് ലെങ്തിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ 2 × 10⁻⁻⁷ ന്യൂട്ടൺ ആണെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ടും ആ സമയത്ത് ഈ രണ്ട് കണ്ടക്ടറിൽ കൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് എത്രയാണ്? 1 ആംപിയർ ആണ്. ഇതാണ് 1 ആംപിയറിന്റെ ഡെഫിനിഷൻ. 1 ആംപിയർ is that current which when maintained through two parallel conductors placed in vacuum at a separation 1 meter would produce a force of attraction of 2 × 10⁻⁷ Newton per unit length. രണ്ട് പാരലൽ കണ്ടക്ടർ ഫ്രീ സ്പേസിൽ വെച്ചു, വാക്യൂത്തിൽ വെച്ചു. എത്ര സെപ്പറേഷനിൽ? 1 മീറ്റർ സെപ്പറേഷനിൽ വെച്ചു. എന്നിട്ട് ആ രണ്ട് പാരലൽ കണ്ടക്ടേഴ്സിൽ കൂടെയും സെയിം എമൗണ്ട് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ രണ്ട് പാരലൽ കണ്ടക്ടറും യൂണിറ്റ് ലെങ്തിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് 2 × 10⁻⁷ ന്യൂട്ടൺ ആണെങ്കിൽ ആ സമയത്ത് ഈ രണ്ട് കണ്ടക്ടറിൽ കൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് എന്തോ അതാണ് 1 ആംപിയർ. ഇങ്ങനെയാണ് 1 ആംപിയറിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ആ ഡെഫിനിഷൻ ഞാൻ എഴുതാം. ആംപിയർ ഈസ് ദാറ്റ് കറന്റ് which when maintained in two parallel conductors placed in vacuum at a separation would produce a force equal to 2 × 10⁻⁷ Newton per unit length of the conductor. Okay, ampere is that current which when maintained in two parallel conductors placed in vacuum at a separation 1 meter would produce a force of attraction. അത് പ്രത്യേകം പറയണം. A force of attraction equal to 2 × 10⁻⁷ Newton per unit length of the conductor. Okay, ഇങ്ങനെയാണ് 1 ആംപിയറിനെ ഡിഫൈൻ ചെയ്യുന്നത്. Okay, so next question. A fascinating behavior of the series LCR circuit is the phenomenon of resonance. Explain resonance in LCR circuit. Draw the graphical representation of variation of current amplitude Im with frequency omega. What do you mean by sharpness of resonance? Explain it. Okay, so സീരീസ് LCR സർക്യൂട്ട്, ആദ്യം നമ്മളൊരു LCR സർക്യൂട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ ഇതാണ് ഒരു സീരീസ് LCR സർക്യൂട്ട്. ഈ സർക്യൂട്ടിൽ എന്തൊക്കെയുണ്ട്? ഒരു ഇൻഡക്ടർ, ഒരു കപ്പാസിറ്റർ, ഒരു റെസിസ്റ്റർ. ഈ മൂന്ന് കമ്പോണന്റും എങ്ങനെ കണക്ട് ചെയ്യണം? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് ഒരു AC വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. AC വോൾട്ടേജ് എന്താണ്? Vm sin omega t. ഈ അപ്ലൈഡ് AC വോൾട്ടേജിന്റെ ആംഗുലാർ ഫ്രീക്വൻസി, ആണ് എന്ത്? ഒമേഗ. ഈ സമയത്ത് ഈ സർക്യൂട്ടിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ മാക്സിമം വാല്യൂ കാണാനുള്ള എക്സ്പ്രഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. Vm ഡിവൈഡഡ് ബൈ √R² പ്ലസ് XC മൈനസ് XL ദ ഹോൾ സ്ക്വയർ എന്നാണ്.
ശരിയല്ലേ? ഇനിയാണ് നമ്മൾ റെസൊണൻസിലേക്ക് വരുന്നത്. എപ്പോഴാണോ അപ്ലൈഡ് എ സി വോൾട്ടേജിന്റെ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ 1/√LCക്ക് ഈക്വൽ ആയി വരുന്നത്, ആ സമയത്ത് സർക്യൂട്ടിലെ കപ്പാസിറ്ററിന്റെ റിയാക്ടൻസും ഇൻഡക്ടറിന്റെ റിയാക്ടൻസും എങ്ങനെ വരും? ഈക്വൽ ആയിട്ട് വരും. എക്സസിയും എക്സലും ഈക്വൽ ആവുന്ന സമയത്ത് എക്സസി മൈനസ് എക്സൽ എത്രയാവും? 0 ആവും. അപ്പൊ പിന്നെ ഇത് 0 + r². എന്താ അത്? r². r² റൂട്ട് എടുത്താൽ എന്താണത്? അത് r ആണ്. ആ സമയത്ത് IM എന്ത് വരും? VM/r എന്ന് വരും. അതാണ് IM ന് കിട്ടുന്ന മാക്സിമം വാല്യൂ. അതുകൊണ്ടാണ് നമ്മൾ IM മാക്സിമം എന്ന് പറയുന്നത്. സോ IM-ന്റെ മാക്സിമം വാല്യൂ കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? VM/r. അതായത് എപ്പോഴാണോ സീരീസ് LCR സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന AC വോൾട്ടേജിന്റെ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ 1/√LCക്ക് തുല്യമാകുന്നത്, ആ സമയത്ത് LCR സർക്യൂട്ടിലെ കറന്റിന്റെ മാക്സിമം വാല്യൂ IM എങ്ങനെയായി മാറും? IM മാക്സിമം ആയി മാറും. ഈ ഫിനോമിനോണിനെ പറയുന്ന പേരാണ് റെസൊണൻസ്. അതുകൊണ്ട് ഈ ഫ്രീക്വൻസിയെ പറയുന്ന പേര് റെസൊണന്റ് ഫ്രീക്വൻസി എന്നാണ്. ഓക്കെ, അപ്പോൾ റെസൊണൻസ് എന്താണെന്ന് ചോദിച്ചാൽ, when the angular frequency of applied voltage in a series LCR circuit becomes 1/√LC, the current passing through the series LCR circuit attains its maximum value. This phenomenon is called resonance, and the frequency at which this takes place is called resonant frequency. Okay, if the angular frequency of AC voltage is equal to 1/√LC, the current through LCR circuit attains its maximum value. Its maximum value. This phenomenon is called resonance. This phenomenon is called resonance. Okay. അതായത് ഈ ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് റെസൊണന്റ് ഫ്രീക്വൻസി. This frequency is called resonant frequency. This frequency is called resonant frequency. Resonant frequency യുടെ സിമ്പൽ ω0 എന്നാണ്. ω0യുടെ എക്സ്പ്രഷൻ 1/√LC ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ഒമേഗ വാല്യൂ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, പക്ഷേ എപ്പോഴാണോ ഒമേഗയുടെ വാല്യൂ ω0ക്ക് തുല്യമാവുന്നത്, ആ സമയത്താണ് IM-ന്റെ വാല്യൂ മാക്സിമത്തിൽ എത്തുന്നത്. അത് പ്രത്യേകം ഓർമ്മ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. X ആക്സിസിൽ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ എടുക്കുന്നു, Y ആക്സിസിൽ കറസ്പോണ്ടിങ് IM വാല്യൂ എടുക്കുന്നു. എപ്പോഴാണോ ഒമേഗയുടെ വാല്യൂ ω0 ആവുന്നത്, ആ സമയത്ത് സർക്യൂട്ടിലെ കറണ്ട് എങ്ങനെ വരും? മാക്സിമം വരും. ഒമേഗയുടെ വാല്യൂ ω0യേക്കാൾ കൂടിയാലോ ഒമേഗയുടെ വാല്യൂ ω0യേക്കാൾ കുറഞ്ഞാലോ സർക്യൂട്ടിലെ കറണ്ടിന്റെ മാക്സിമം വാല്യൂ ഈ പോയിന്റിൽ നിന്നും ഡിക്രീസ് ചെയ്യും. അതായത് ഗ്രാഫിന് ഇങ്ങനൊരു ഷേപ്പ് കിട്ടും. ദിസ് കർവ് ഈസ് കോൾഡ് റെസൊണൻസ് കർവ്. ഇതിനെ പറയുന്ന പേരാണ് റെസൊണൻസ് കർവ്. കണ്ടോ, ആംഗുലാർ ഫ്രീക്വൻസി ω0ക്ക് തുല്യമായ സമയത്ത് IM-ന്റെ വാല്യൂ മാക്സിമത്തിലെത്തി. അതിനെ നമുക്ക് IM മാക്സിമം എന്ന് എഴുതാം. ഓക്കെ,
ഒമേഗയുടെ വാല്യൂ ഒമേഗ 0യേക്കാൾ കൂടിയപ്പോൾ IM ന്റെ വാല്യൂ എന്ത് ചെയ്തു? IM മാക്സിമത്തിൽ നിന്നും കുറഞ്ഞു പോയി. ഒമേഗയുടെ വാല്യൂ ഒമേഗ 0യേക്കാൾ കുറഞ്ഞപ്പോഴും IM ന്റെ വാല്യൂ IM മാക്സിമത്തിനേക്കാൾ കുറഞ്ഞു പോയി. ദിസ് കർവ് ഈസ് കോൾഡ് റെസൊണൻസ് കർവ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പാർട്ടിന്റെ ആൻസർ. Draw graphical representation of variation of current amplitude IM with frequency omega. IM ഉം ഒമേഗയും തമ്മിലുള്ള റിലേഷൻ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുക. ആ കർവിനെ പറയുന്ന പേരാണ് റെസൊണൻസ് കർവ്. ഇനി ഈ ക്വസ്റ്റ്യൻ ഒരു പാർട്ട് കൂടി ഉണ്ട്. വാട്ട് ഡു യു മീൻ ബൈ ഷാർപ്നെസ് ഓഫ് റെസൊണൻസ്? എക്സ്പ്ലെയിൻ ഇറ്റ്. എന്താണ് ഷാർപ്നെസ് ഓഫ് റെസൊണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെയാണ് നിങ്ങൾ ക്വാളിറ്റി ഫാക്ടർ എന്താണ് എന്ന് പഠിക്കുന്നത്, ബാൻഡ് വിഡ്ത്ത് എന്താണെന്ന് പഠിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയുന്നു LCR സർക്യൂട്ടിന്റെ ക്വാളിറ്റി ഫാക്ടർ കൂടുതലാണെങ്കിൽ റെസൊണൻസ് കർവ് കൂടുതൽ ഷാർപ്പായിരിക്കും. റെസൊണൻസ് കർവ് കൂടുതൽ ഷാർപ്പായിരിക്കും. അപ്പോ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്താൽ ആ ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെ വരും നമുക്ക് നോക്കാം. സോ വീണ്ടും നമ്മൾ ആംഗുലാർ ഫ്രീക്വൻസിയും അതുപോലെ IM തമ്മിലുള്ള ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. എക്സ് ആക്സിസിൽ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ, വൈ ആക്സിസിൽ IM എടുക്കും. ഓക്കെ, ഞാൻ ഒരു റെസൊണൻസ് കർവ് വരയ്ക്കാം. ഒരു റെസൊണൻസ് കർവ് ഇങ്ങനെയാണ്. ഇതാണ് ഒരു റെസൊണൻസ് കർവ്. ഓക്കെ, അടുത്ത റെസൊണൻസ് കർവ് ഇങ്ങനെയാണ്. ഇതാണ് രണ്ടാമത്തെ റെസൊണൻസ് കർവ്. ഓക്കെ, ഈ രണ്ട് റെസൊണൻസ് കർവിൽ ഇത് ഫസ്റ്റ് റെസൊണൻസ് കർവ്, ഇത് സെക്കൻഡ് റെസൊണൻസ് കർവ്. ഏത് റെസൊണൻസ് കർവ് ആണ് കൂടുതൽ ഷാർപ്പ് ആയിട്ടുള്ളത്? 1 or 2? ഡെഫിനറ്റ് ആയിട്ടും രണ്ടാമത്തെ റെസൊണൻസ് കർവ് ആണ്. എന്താണ് ആ റെസൊണൻസിന്റെ പ്രത്യേകത? ഫസ്റ്റ് റെസൊണൻസിന്റെ മാക്സിമം ഇവിടെയാണ്, സെക്കൻഡ് റെസൊണൻസിന്റെ മാക്സിമം ഇവിടെയാണ്. അതായത് ഫസ്റ്റ് റെസൊണൻസ് കർവിൽ നിന്നും ആ സർക്യൂട്ടിലെ IM ന്റെ മാക്സിമം വാല്യൂ ഈ പോയിന്റിലാണ് വരുന്നത്. അത് IM മാക്സിമത്തിന്റെ ഫസ്റ്റ് വാല്യൂ. ഓക്കെ, രണ്ടാമത്തെ റെസൊണൻസ് കർവിന് കറസ്പോണ്ടിങ് ആയിട്ട് IM ന്റെ മാക്സിമം വാല്യൂ ഇവിടെയാണ് വരുന്നത്. സോ അതാണ് IM മാക്സിമം സെക്കൻഡ് കേസിൽ, ഇത് ഫസ്റ്റ് കേസിൽ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? റെസൊണൻസ് കർവ് കൂടുതൽ ഷാർപ്പ് ആവുന്നതിനനുസരിച്ച് IM മാക്സിമം എന്ന പോയിന്റ് മുകളിലേക്ക് വരും. IM മാക്സിമം എന്ന് പറയുന്ന പോയിന്റ് മുകളിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ IM മാക്സിമത്തിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു എന്നാണ് അർത്ഥം. IM മാക്സിമത്തിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു എന്നാണ് അർത്ഥം. കറണ്ടിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ ആ സർക്യൂട്ടിന്റെ പെർഫോമൻസ് മാക്സിമത്തിലേക്ക് വരും എന്നാണ് അർത്ഥം. അപ്പോ ഷാർപ്നെസ് ഓഫ് റെസൊണൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. അതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡെറിവേഷനും കാര്യങ്ങളും ഒന്നും നമ്മളിവിടെ പറയുന്നില്ല. ഇതിന്റെ ഒരു ക്വാളിറ്റേറ്റീവ് ഐഡിയ ഇങ്ങനെയാണ്. റെസൊണൻസ് കർവ് കൂടുതൽ ഷാർപ്പ് ആവുന്നതിനനുസരിച്ച് സർക്യൂട്ടിലെ കറണ്ടായ IM ന്റെ മാക്സിമം വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. ദിസ് ഈസ് കോൾഡ് ഷാർപ്നെസ് ഓഫ് റെസൊണൻസ്. ഓക്കെ, ഇപ്പൊ ഞാൻ എഴുതാം. as the resonance curve becomes more and more sharp, comma, the maximum value of IM increases. ഓക്കെ, റെസൊണൻസ് കർവ് കൂടുതൽ ഷാർപ്പ് ആവുന്നതിനനുസരിച്ച് സർക്യൂട്ടിലെ കറണ്ടായ IM ന്റെ മാക്സിമം വാല്യൂ മുകളിലേക്ക് കയറി വരും. എന്ന് വെച്ചാൽ IM മാക്സിമത്തിന്റെ വാല്യൂ കൂടും. IM മാക്സിമത്തിന്റെ വാല്യൂ കൂടിയാൽ സർക്യൂട്ടിൽ കൂടെ കൂടുതൽ കറണ്ട് വരുന്നു എന്നാണ് അർത്ഥം. അതിനനുസരിച്ച് സർക്യൂട്ടിന്റെ പെർഫോമൻസ് കൂടി വരും. ഇത് മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്വാളിറ്റി ഫാക്ടറിനെ പറ്റി പറയേണ്ടി വരും, ബാൻഡ് വിഡ്ത്തിനെ പറ്റിയും പറയേണ്ടി വരും. അപ്പൊ അതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. അതിവിടെ ഞാൻ പറയുന്നില്ല. ഞാൻ ഷാർപ്നെസ് ഓഫ് റെസൊണൻസിന്റെ ഐഡിയ എന്താണ് എന്ന് മാത്രമാണ് പറഞ്ഞത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. State Faraday's law of electromagnetic induction. Write its mathematical form. Simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ്? അതൊരു 6th ചാപ്റ്റർ ആണ്, നിങ്ങൾക്കറിയാം. ഒരു ലൂപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് വേരിയേഷൻ വന്നാൽ ആ ലൂപ്പിൽ എന്തുണ്ടാവും? EMF ഇൻഡ്യൂസ് ചെയ്യും. ഈ ഫിനോമിനോണിനെ പറയുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. whenever the magnetic flux associated with a coil, ഒരു കോയിലുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വന്നാൽ EMF will be induced in that coil. ആ കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFനെ പറയുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് EMF. ഈ ഫിനോമിനോണിനെ പറയുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആരാണ് ഇത് കണ്ടെത്തിയത്? മൈക്കൽ ഫാരഡേ ആണ്. രണ്ടാമത്തെ പാർട്ടിലാണ് റൈറ്റ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ ഫോം. ആ ഇൻഡ്യൂസ്ഡ് EMFന്റെ മാത്തമാറ്റിക്കൽ ഫോം എഴുതുക. നമുക്ക് ആൻസർ ചെയ്യാം. സോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ്? whenever the magnetic flux associated with a coil changes, EMF is induced in the coil. EMF is induced in the coil. This phenomenon is called electromagnetic induction. This phenomenon is called electromagnetic induction. This phenomenon is called electromagnetic induction. ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്? E is equal to minus n into d5 by dt. ഓക്കെ, ഓരോ ടേമും എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് E? നിങ്ങൾക്കറിയാം, ഇൻഡ്യൂസ്ഡ് EMF ആണ്. സോ E എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMF ആണ്. അപ്പൊ എക്സാമിന് ഒരുപാട് എടുത്തെഴുതണം. ഇൻഡ്യൂസ്ഡ് EMF ആണ്. n എന്താണ്? ആ കോയിലിലുള്ള ടേൺസിന്റെ എണ്ണമാണ്. സോ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് in the coil. Phi എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ്. ആ കോയിലിൽ കൂടെ പാസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. അപ്പൊ phi മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. എന്താണ് d5 by dt? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു കോയിലിൽ കൂടെ പാസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വന്നാൽ ഡെഫിനറ്റ് ആയിട്ടും ആ കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ആ ഇൻഡ്യൂസ്ഡ് EMFന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ റേറ്റ് ഓഫ് ചേഞ്ചിന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് വന്നിരിക്കുന്നത്, അല്ലെ? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എ കോയിൽ പ്രൊഡ്യൂസസ് ആൻ EMF ഇൻ ദാറ്റ് കോയിൽ. ഓക്കെ, ഇതാണ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. മൈനസ് സൈൻ എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്കറിയാം, ലെൻസസ് ലോ ഒബേ ചെയ്യുമ്പോഴാണ് നെഗറ്റീവ് സൈൻ വരുന്നത്. അതായത് കോയിലിൽ ഉണ്ടാവുന്ന EMF, ഇൻഡ്യൂസ്ഡ് EMF മാഗ്നറ്റിക് ഫ്ലക്സിന്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്നു എന്ന് കാണിക്കാനാണ് നെഗറ്റീവ് സൈൻ വരുന്നത്. ഓക്കെ, സോ whenever the magnetic flux associated with a coil changes, EMF is induced in the coil. This phenomenon is called electromagnetic induction. ആ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് E is equal to minus n into d5 by dt. ആ കോയിലിൽ ഒറ്റ ടേണേ ഉള്ളുവെങ്കിൽ E equal to d5 by dt ആണ്. മൈനസ് ഇപ്പോ നമ്മൾ EMFന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ മൈനസ് സൈനെ പറ്റി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. കോയിലിൽ 2 ടേൺസ് ഉണ്ടെങ്കിൽ E is equal to 2 into d5 by dt ആണ്. കോയിലിൽ 3 ടേൺസ് ഉണ്ടെങ്കിൽ E equal to 3 into d5 by dt ആണ്. n ടേൺസ് ഉണ്ടെങ്കിൽ E is equal to n into d5 by dt ആണ്. നെഗറ്റീവ് സൈൻ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നടന്ന് ഉണ്ടാവുന്ന EMF കോയിലിൽ കൂടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്നു എന്ന് കാണിക്കാനാണ് നെഗറ്റീവ് സൈൻ വരുന്നത്. അത് ആരുടെ ലോ ആണ്? ലെൻസിന്റെ ലോ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Express Ohm's law
in terms of current density J, conductivity rho and electric field E. Ohm's law current density J, conductivity rho and conductivity rho alla conductivity sigma and electric field E. ഈ മൂന്ന് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെയും ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓംസ് ലോയുടെ ജനറൽ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഓംസ് ലോയുടെ ജനറൽ എക്സ്പ്രഷൻ? ഓംസ് ലോ V is equal to I into R. ഇതാണ് ഓംസ് ലോയുടെ ജനറൽ എക്സ്പ്രഷൻ, ശരിയല്ലേ? അപ്പോൾ V എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമുക്ക് E into L എന്ന് എഴുതാം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. E എന്താണ്? ഇലക്ട്രിക് ഫീൽഡ്. L എന്താണ്? കണ്ടക്ടറിന്റെ ലെങ്ത്. അതുപോലെ തന്നെ റെസിസ്റ്റൻസിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? റോ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ. റോ എന്താണ്? റെസിസ്റ്റിവിറ്റി. എ എന്താണ്? കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ ഈ രണ്ട് മോഡിഫിക്കേഷനും ഞാൻ ഇങ്ങോട്ട് കൊടുക്കുന്നു. വിയുടെ സ്ഥാനത്തേക്ക് ഇ ഇൻറ്റു എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആറിന്റെ സ്ഥാനത്തേക്ക് റോ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ. ഓക്കെ, ക്യാൻസൽ ചെയ്യാം. എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? എല്ലും എല്ലും ക്യാൻസൽ ചെയ്യാം. അപ്പൊ പിന്നെ നമുക്ക് എന്താ കിട്ടുക? ഇ ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു റോ ഉണ്ട് ഇൻറ്റു ഐ ബൈ എ. ഐ ബൈ എ എന്ന് പറഞ്ഞാൽ കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. സോ കറണ്ട് പെർ യൂണിറ്റ് ഏരിയ പറയുന്ന പേരാണ് കറണ്ട് ഡെൻസിറ്റി ജെ. കറണ്ട് പെർ യൂണിറ്റ് ഏരിയ പറയുന്ന പേരാണ് കറണ്ട് ഡെൻസിറ്റി ജെ. അപ്പൊ ഈ ഇക്വേഷനെ മോഡിഫൈ ചെയ്യാം. ഇ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ഐ ബൈ എ, കറണ്ട് പെർ യൂണിറ്റ് ഏരിയ, അത് കറണ്ട് ഡെൻസിറ്റി ജെ ആണ്. സോ ഇക്വേഷൻ കിട്ടി. ഇ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ജെ. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഓംസ് ലോയെ കറണ്ട് ഡെൻസിറ്റിയുടെയും കണ്ടക്ടിവിറ്റിയുടെയും, കണ്ടക്ടിവിറ്റിയുടെ സിമ്പല് സിഗ്മയാണ്, ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇ, ഇയുടെയും ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ അടുത്ത റിലേഷനിലേക്ക് പോവാം. E is equal to rho into J എന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ ഈ റെസിസ്റ്റിവിറ്റി റൈറ്റ് സൈഡിലുള്ള റെസിസ്റ്റിവിറ്റിയെ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ റോ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ എന്താവും? 1 by rho ആവും. സോ ദിസ് ബിക്കംസ് E into 1 by rho is equal to J. ശരിയല്ലേ? റോ എന്താണ്? റെസിസ്റ്റിവിറ്റി. 1 by rho എന്താണ്? റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലിനെ എന്താ പറയുക? കണ്ടക്ടിവിറ്റി. സോ 1 by rho എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി സിഗ്മയാണ്. സോ സിഗ്മയാണ് കണ്ടക്ടിവിറ്റി. ഓക്കെ, സോ ഈക്വേഷൻ എങ്ങനെ വരും? E into 1 by rho യുടെ സ്ഥാനത്ത് സിഗ്മ is equal to J, or J is equal to sigma into E. ഇതാണ് V equal to IR എന്ന ഓംസ് ലോയുടെ കറണ്ട് ഡെൻസിറ്റിയുടെയും കണ്ടക്ടിവിറ്റിയുടെയും ഇലക്ട്രിക് ഫീൽഡിന്റെയും ടൈംസിലുള്ള എക്സ്പ്രഷൻ. ഇത് വോൾട്ടേജിന്റെയും, അതായത് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെയും കറണ്ടിന്റെയും റെസിസ്റ്റൻസിന്റെയും ടൈംസിലുള്ള ഓംസ് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് V ഈക്വൽ ടു IR. അതേ ഓംസ് ലോയെ നമുക്ക് കറണ്ട് ഡെൻസിറ്റിയുടെയും കണ്ടക്ടിവിറ്റിയുടെയും ഇലക്ട്രിക് ഫീൽഡിന്റെയും ടൈംസിലും എക്സ്പ്രസ് ചെയ്യാം. ആ എക്സ്പ്രഷൻ ആണ് J ഈക്വൽ ടു സിഗ്മ ഇൻറ്റു E. മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്ത 10 ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുക ബേസ് ചെയ്ത് 10 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തത്. ആ 10 ക്വസ്റ്റ്യന്റെയും ഡിസ്കഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Contact us www.crystalinstitute.co.in